പറയുമ്പോഴത്തേക്കും ഇതുപോലെ വരുന്നതാണ് ഹെയർ ബണ്ട്. നമ്മുടെ ഹെയർ ബണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന ബണ്ട്, ഇടുക്കിയിലൊക്കെ ബുഷ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ 125 ഗ്രാം, 250 ഗ്രാം, 1/2 കിലോ, 1 കിലോ, അപ്പോൾ ഈ ഒരു കണക്കിനാണ് ഞാൻ കൊടുത്തു വരുന്നത്. ഇതിപ്പോൾ 1/2 കിലോ ആണ് ഈ കാണുന്നത്. 1/2 കിലോ ഞാൻ ഇവിടെ വെയ് മെഷീൻ്റെ അകത്ത് തൂക്കി വെച്ചിരിക്കുന്നതാണ്. 1/2 കിലോ ആണ്, 1/2 കിലോയുടെ മെറ്റീരിയലാണിത്. 1/2 കിലോയുടെ മെറ്റീരിയൽ വന്നിട്ട് 470 രൂപയാണ് വരുന്നത്. 1/2 കിലോയുടെ മെറ്റീരിയൽ 470 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഏകദേശം കാണാൻ പറ്റുമെന്നറിയില്ല, ഏകദേശം എല്ലാ ടൈപ്പ് മെറ്റീരിയലും ഇതിൻ്റെ അകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് 1/2 കിലോ. ഇപ്പോൾ ഇതിപ്പം എല്ലാവർക്കും അറിയണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ 5 രൂപ. ഇപ്പം ഇത് നമ്മുടെ വലിയ 6 രൂപ 7 രൂപയ്ക്ക് പോകുന്ന ബണ്ണാണ്. അപ്പം ഈ ബണ്ണിൻ്റെ മെറ്റീരിയൽ 7 രൂപ ആ റേറ്റിന് വരുന്നത്. അതുപോലെ ഇത് 2 രൂപയ്ക്കൊക്കെ സെയിലാവുന്ന ബണ്ണാണ്, ലേഡീസ് ഫിംഗർ എന്നാണ് ഇത് പറയുന്നത്. അതുപോലെ ഇത് 3 രൂപയ്ക്കൊക്കെ 3 രൂപ 2 രൂപയ്ക്കൊക്കെ സെയിലാവുന്നതാണ്. ഇതും അതുപോലെ 2 രൂപയ്ക്ക് സെയിലാവുന്ന ബണ്ണാണ്. അപ്പോൾ ഇതിപ്പം ജസ്റ്റ് കട്ട് ചെയ്ത് തന്നെയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ ഇത് 1/2 കിലോ ആണ്, കണ്ടല്ലോ. 1/2 കിലോ മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ഇത്രയും വരും. ഇത്രയാണ് 470 രൂപയാണ് വരുന്നത് ഇത്. അപ്പം ഇത് ഞാൻ കട്ട് ചെയ്തത് ഒന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്, അപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വലിയ ബണ്ണാണ്. അപ്പം ഇതിന് നമ്മളിപ്പം 2 ഇഞ്ച് വലിയ ബണ്ണായതുകൊണ്ട് 2 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 2 ഇഞ്ച് ആകുമ്പോഴത്തേക്കും ഏകദേശം ഇത്രയും വരും. ഇതിപ്പം 2 ഇഞ്ചാണ്. ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ്. 3 പേരുണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പം നമ്മൾ 2 ഇഞ്ച് അളവിൽ അതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിനെ ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം കൈ കൊണ്ടിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഈ 2 അറ്റവും അകത്തോട്ട് വരത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് റോൾ ചെയ്തെടുക്കുക. നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ അല്ലേ. ഇതാണ്, ഇത്ര വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ 5 രൂപയ്ക്ക് വരുന്ന ബണ്ണാണിത്. അതുപോലെ ഈ ടൈപ്പ് ബണ്ണ് കണ്ടല്ലോ. ഈ ടൈപ്പ് ബണ്ണിൽ ഇത് നമ്മൾ അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ മാർക്കിംഗ് ഉണ്ട് കണ്ടോ, വൈറ്റ് കളറിൽ മാർക്കിംഗ് ഉണ്ട്. ഈ മാർക്കിംഗ് ഞാൻ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം. ഈ മാർക്കിങ്ങിൻ്റെ അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് നേരത്തെ പോലെ തിരിച്ചിട്ടാൽ മതി. നമ്മുടെ 2 രൂപയ്ക്കൊക്കെ സെയിലാക്കാൻ പറ്റിയ ബണ്ണാണ്. കാണുന്നുണ്ടോ എന്നറിയില്ല, കണ്ടോ, 2 രൂപയ്ക്ക് സെയിലാക്കാൻ പറ്റിയ ബണ്ണാണ്. അതുപോലെ തന്നെയാണ് പിന്നെ വേറൊരു ടൈപ്പ് മെറ്റീരിയൽ വന്നിട്ട് ഇതാണ്. ഇതിൽ 2 ടൈപ്പ് മാർക്കിംഗ് ഉണ്ട്, അപ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. ഈ സിംഗിൾ ലൈൻ വരുന്നത് കണ്ടോ, ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യേണ്ടത്. ഈ ഡബിൾ ലൈൻ അല്ല, സിംഗിൾ ലൈൻ വരുന്നിടത്ത് കട്ട് ചെയ്യേണ്ടതാണ്. ഇത് വേറൊരു ടൈപ്പ് മെറ്റീരിയലാണ്. ഞാൻ അതുപോലെ ഒന്ന് കാണിച്ചു തരാം. ഈ സിംഗിൾ ലൈൻ വരുന്നിടത്ത് വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചിടുകയാണ്, കണ്ടോ. പിന്നെ ഈ ടൈപ്പ് മെറ്റീരിയൽ ഇതുപോലെ ചില ഭാഗം കാണും. ഇതിനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി, വേറെ ഡാമേജ് ഒന്നുമല്ല. ഈ ടൈപ്പ് മെറ്റീരിയൽ ഇങ്ങനെ തന്നെയാണ്, കണ്ടോ. ഇതാണ് ഈ മെറ്റീരിയൽ. ഓക്കെ. പിന്നെ അതുപോലെ ഇത് വന്നിട്ട് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് അളവിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം കട്ട് ചെയ്ത് ഞാൻ സമയം കളയുന്നില്ല. ഓക്കെ. അതുപോലെ അപ്പോൾ ഇത് 1/2 കിലോ ആണ്. 1/2 കിലോ 470 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം ബണ്ണ് ഇതിൽ നിന്ന് കിട്ടുമോ. ഇതിൽ നിന്ന് ഇത്രയും ഉണ്ടോ, 3 രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയ നല്ല ബണ്ണാണത്. അതുപോലെ ഇത്